ഇന്ത്യ ടൂർ ഓഫ് ഓസ്ട്രേലിയ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയിൽ പ്രൂവ് ചെയ്യണം ODI ക്രിക്കറ്റിൽ. എന്നാലേ 2027 വേൾഡ് കപ്പ് കളിക്കുമെന്നല്ല, ODI ടീമിൻ്റെ ഭാഗമായിട്ട് കാണത്തുള്ളൂ അടുത്ത സീരീസിലെന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത്. ഗൗതം ഗംഭീറെ അവരെന്നേ പ്രൂവ് ചെയ്തതാണ്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് അവർ പ്രൂവ് ചെയ്യാനുള്ളത്? വിരാട് കോഹ്ലി എത്ര പ്രാവശ്യം ഓസ്ട്രേലിയയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ? ഓസ്ട്രേലിയക്കാർ വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുന്നത് ഓസ്ട്രേലിയക്കാരനല്ലാത്ത ഓസ്ട്രേലിയൻ മെന്റാലിറ്റി ഉള്ള പ്ലെയർ. നോക്കൌട്ട് മാച്ചിലൊക്കെ ഇന്ത്യയെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു പ്ലെയർ. 2012 ഓസ്ട്രേലിയയിൽ നടന്ന ട്രൈ സീരീസ് ഉണ്ട്. ശ്രീലങ്കയ്ക്കെതിരെയാണ് മത്സരം. ഇന്ത്യക്ക് ജയിക്കാൻ 321 റൺസ് വേണം. ആ മത്സരം ജയിച്ചാലേ ഫൈനലിൽ ഓസ്ട്രേലിയയായിട്ട് കളിക്കാൻ കഴിയത്തുള്ളൂ. മലിംഗ തന്റെ കരിയറിലെ ഏറ്റവും വലിയ പീക്ക് ഫോമിൽ നിൽക്കുന്ന സമയത്ത് യോക്കർ കിങ് ആണ് മലിംഗ അടിച്ച ഒരു ഫ്ലിക്ക് ഷോട്ട് ഉണ്ട്. ആ ഒരു ചേസിനെ വിരാട് കോഹ്ലി ചേസ് ചെയ്തത് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ മത്സരത്തെ 20 ഓവറിന്റെ 2 മത്സരമായിട്ട് മാറ്റി വെച്ചു. ആദ്യത്തെ 20 ഓവറിൽ 160 റൺസ് എടുക്കണം, അടുത്ത 20 ഓവറിൽ 160 റൺസ് എടുക്കണം. അങ്ങനെ കേവലം 36 ഓവറിൽ ആ മത്സരം വിജയിച്ചു ഇന്ത്യ. ലസിത് മലിംഗയുടെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു വിരാട് കോഹ്ലി അവിടെ കാഴ്ചവെച്ചത്. ആ മത്സരത്തിന് മുമ്പ് വിരാട് കോഹ്ലിയുടെ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ 45 ODIയുടെ ആവറേജ്. എന്നാൽ ആ മത്സരം കഴിയുന്നതോടെ വിരാട് കോഹ്ലിയുടെ ആവറേജ് 66 ഉയർന്നു. അവിടെ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ കരിയർ തന്നെ മറിയുന്നൊരു പ്രകടനമായിരുന്നു ODI ക്രിക്കറ്റിൽ. സോ എത്ര കളിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലി? ലാസ്റ്റ് നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ വിരാട് കോഹ്ലി ആണല്ലോ പ്രൂവ് ചെയ്തത്. പാകിസ്ഥാനെതിരെ 100 റൺസ് എടുക്കുന്നു, മൈറ്റി ഓസ്ട്രേലിയക്കെതിരെ 85 റൺസ് എടുക്കുന്നു, ക്രൂഷ്യലായ ഒരു മത്സരം കാഴ്ചവെക്കുന്നു. പിന്നെ 2025 IPL വരുവാണെങ്കിൽ ആരൊക്കെ വന്നാലും പോയാലും, സൂര്യവംശി വന്നാലും, ജയ്സ്വാൾ വന്നാലും, ഗില്ല് വന്നാലും, സായി സുദർശൻ വന്നാലും വിരാട് കോഹ്ലിയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. ആ മനുഷ്യൻ എത്ര നാൾ കളിക്കുന്നുണ്ടോ ഓറഞ്ച് ക്യാപ്പ് റേസിൽ വിരാട് കോഹ്ലിയും കണ്ടിരിക്കും. 657 റൺസാണ് എടുത്തത്. 145 സ്ട്രൈക്ക് റേറ്റിലാണ് ഈ വട്ടം വന്ന് കളിച്ചത്. തൻ്റെ ടീമിനെ കപ്പ് പഠിപ്പിച്ചു. വിരാട് കോഹ്ലി പ്രൂവ് ചെയ്യേണ്ട സമയത്തെല്ലാം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല ഫിറ്റ്നസ് ഉള്ള ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ ഇപ്പം കാണത്തില്ല. ഇത്രയും നല്ലൊരു ഫീൽഡർ ഇന്ത്യൻ ടീമിൽ ഇപ്പം കാണത്തില്ല. വിരാട് കോഹ്ലി തീരുമാനിച്ചിട്ടുണ്ടോ 2027 കളിക്കാൻ, വിരാട് കോഹ്ലി കളിക്കും. ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ, ലണ്ടനിൽ നിന്ന് കുറച്ച് നാൾ ഇന്ത്യയിലോട്ടൊന്ന് മാറി നിൽക്കുക. വിജയ് ഹസാര ട്രോഫിയൊക്കെ കളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ 2027 സിമ്പിളാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ടെൻഷനും ഇല്ല. പിന്നെ രോഹിത് ശർമ്മയിലോട്ട് വരുവാണെങ്കിൽ, രോഹിത് ശർമ്മ ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? T20 വേൾഡ് കപ്പ് 2007 ശേഷം 2024 നേടുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫി നേടുന്നു. 8 മാസത്തിനിടയ്ക്കായിട്ട് 2 ICC ട്രോഫി നേടി. ഇതിൽ കൂടുതൽ ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? 2022 ഇംഗ്ലണ്ടുമായിട്ട് നമ്മൾ T20 പരാജയപ്പെടുന്നു. ദയനീയമായി പരാജയപ്പെടുന്നു. ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെട്ടതാണ് ഇംഗ്ലണ്ട് നമ്മളെ പരാജയപ്പെടുത്തിയത്. അവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ഘടനയെ മൊത്തത്തിൽ പൊളിച്ചെഴുതി രോഹിത് ശർമ്മ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. നമ്പർ 8 വരെ നമുക്ക് ബാറ്റിംഗ് വേണം. നമ്പർ 8 നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഓൾറൗണ്ടർമാരെ വേണം. 150 മേൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സ് നമുക്ക് ടീമിൽ വേണം. സോ കംപ്ലീറ്റ് ഘടനയെ പൊളിച്ചെഴുതി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ. അത് ടെസ്റ്റിലാണെങ്കിലും ODIയിലാണെങ്കിലും T20 രോഹിത് ശർമ്മ പറഞ്ഞു ഞാൻ തുടങ്ങി വെക്കും വെടിക്കെട്ട്, ഞാൻ അടിച്ചു തുടങ്ങും. നമ്പർ 8 വരെ അടിച്ച് കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സ്. 8 മാസത്തിനിടയ്ക്കായിട്ട് 2 ICC ട്രോഫി. ഇതിൽ കൂടുതൽ ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ 77 റൺസ് ന്യൂസിലാൻഡിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. രോഹിത് ശർമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് ODI വേൾഡ് കപ്പ്. 2011 ടീമിൻ്റെ ഭാഗമല്ലായിരുന്നു. 2023 കൈവെള്ളയെന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി തൻ്റെ ഫാൻ ബോയ് ആയ ട്രാവസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും. സോ രോഹിത് ശർമ്മയുടെ ഒരു ഫാൻ ബോയ് ആണ്. രോഹിത് ശർമ്മയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, മുംബൈ ഇന്ത്യൻസിൽ ഒരുമിച്ച് കളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ വേണ്ടതെല്ലാം ചെയ്യും. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലും T20 വേൾഡ് കപ്പിൽ നമ്മൾ പിടിച്ച് കെട്ടി ട്രാവസ് ഹെഡിനെ. അതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം കപ്പടിക്കാൻ കഴിഞ്ഞു. രോഹിത് ശർമ്മയും വിജയ് ഹസാര ട്രോഫിയൊക്കെ കളിക്കുക. നല്ലൊരു ഫോമിലാണെങ്കിൽ രോഹിത് ശർമ്മ 2027 വേൾഡ് കപ്പ് കളിക്കട്ടെ, തെളിയിക്കട്ടെ രോഹിത് ശർമ്മ. അവർക്കൊരു അവസരം കൊടുക്കുക. മത്സരത്തിന് മുമ്പേ അവരെ വിരട്ടി പേടിപ്പിക്കാതിരിക്കും. പിന്നെ ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ എയർപോർട്ടിൽ വെച്ച് രോഹിത് ശർമ്മയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു, വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്നത് കണ്ടു. നല്ലൊരു കെമിസ്ട്രി അവിടെ വർക്ക് ആവുന്നുണ്ട്. സോ അത് തന്നെ ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. ഇവരുടെ ഒരു പ്രസൻസ് ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ടൂർ. പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഓസ്ട്രേലിയ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് സ്ട്രോങ് ആണ്. നോക്കുവാണെങ്കിൽ 2023 മുതൽ കളിച്ചു വന്ന ഒരു ടീം തന്നെയാണ് കളിക്കുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സ്മിത്ത് ഇല്ല, ലബുഷേൻ ഇല്ല, പിന്നെ പ്രത്യേകിച്ച് അവരുടെ പാറ്റ് കമൻസ് ഇല്ല. സോ ഓസ്ട്രേലിയ ടീമിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രോങ് ആണ്. എന്നാൽ ഇന്ത്യയുടെ ബോളിങ്ങിലാണ് കൺസേൺ. മുഹമ്മദ് സിറാജ് അവസാനമായിട്ട് കളിക്കുന്നത് 2024 ശ്രീലങ്കയ്ക്കെതിരെയാണ്. നോക്കുവാണെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സിറാജിന് വലുതായിട്ട് റെക്കോർഡുകളൊന്നുമില്ല. പക്ഷേ കറണ്ട് ഫോം വെച്ചിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമായിരിക്കും. സിറാജിന് പറ്റിയ ഒരു കണ്ടീഷനാണ് ഓസ്ട്രേലിയ. പേസും ബൗൺസും ഒക്കെ കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. സോ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമായിരിക്കും. പക്ഷേ ഓസ്ട്രേലിയ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ പേസ് ബോളിംഗ് അല്പം വീക്കാണ്. പിന്നെ രണ്ടാമത് അർഷ്ദീപ് സിംഗ് ആണ്. വലുതായിട്ട് ODI മത്സരങ്ങളൊന്നും കളിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല ദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റാണ സാറുണ്ട്, കൃഷ്ണയുണ്ട്. ഇതിൽ ആരാണ് ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് അറിയത്തില്ല.
രണ്ടുപേരും നല്ല ബോളർമാർ തന്നെയാണ്. ഇതിന്റെ ഹാർഡ് എറിയാൻ കഴിവുള്ള ബോളറാണ്. ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ടീമിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ 3 പ്രോപ്പർ ഫാസ്റ്റ് ബോളർമാരായിട്ട് പോകാനായിരിക്കും ചാൻസ്. പിന്നെ ഓസ്ട്രേലിയയുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 2 പേര് അവിടെ ഉണ്ട്. ജോഷ് ഹേസിൽവുഡും മിച്ചിൽ സ്റ്റാർക്കും. ജോഷ് ഹേസിൽവുഡ് ബേസിസ് വിരാട് കോഹ്ലി ഒരു മാച്ചപ്പ് ഉണ്ട്. ജോഷ് ഹേസിൽവുഡ് ബേസിസ് ശ്രേയസ് അയ്യർ, ഇവർ തമ്മിലുള്ള ഒരു മാച്ചപ്പ്. ജോഷ് ഹേസിൽവുഡ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യറിനെയും കണ്ടാൽ വിട്ട് കളയത്തില്ല. എങ്ങനെ വിക്കറ്റ് എടുക്കാൻ നോക്കും. ജോഷ് ഹേസിൽവുഡ് കൊടുക്കുന്ന ഒരു ചലഞ്ചിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ പോകുന്നത് വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നെ മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്ന ഒരു ബീസ്റ്റ്. ബാർബഡോസിൽ രോഹിത് ശർമ്മ എടുത്തിട്ട് പഞ്ഞി കിട്ടായിരുന്നു. സോ എന്ത് പറഞ്ഞാലും ഒരു ബീസ്റ്റ് തന്നെയാണ്. അവരുടെ ഒരു കണ്ടീഷനിൽ നല്ലൊരു ബോളർ തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക്. ഈ 2 ബോളർമാർ ഓസ്ട്രേലിയക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് വലുത് തന്നെ ആയിരിക്കും. ഇന്ത്യക്ക് കൊടുക്കുന്ന ചലഞ്ചും വലുത് തന്നെയായിരിക്കും. ഇനി നമുക്ക് 2 ടീമിൻ്റെ ഒരു പ്ലേയിങ് ഇലവൻ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കുവാണെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി. എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും പരീക്ഷിക്കാൻ നോക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു ഓൾറൗണ്ടറായിട്ട് കൊണ്ടുവരാനാണ് എല്ലാ ഫോർമാറ്റിലും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് നറുക്ക് വീഴാനുള്ള ചാൻസ് കിട്ടും. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ നിതീഷ് കുമാർ റെഡ്ഡിക്ക്. പിന്നെ അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ മാറ്റി നിർത്താനുള്ള കോൺഫിഡൻസ് കൊടുക്കുന്നത് അക്ഷർ പട്ടേൽ കൊടുക്കുന്ന ബാറ്റിംഗ് ഫോമും ബോളിംഗ് ഫോമും തന്നെയാണ്. സോ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് മേ ബി പെർത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ലായിരിക്കും. എന്നാൽ സിഡ്നിയിലും അഡ്ലേഡിലും മത്സരം നടക്കാനുണ്ട്. സോ അവിടെ സ്പിന്നെ തുടങ്ങുന്ന പിച്ചുകളാണ്. കുൽദീപിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, അക്ഷത് റാണ ഗൗതം ഗംഭീറിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ വെക്കുന്നു. നല്ലൊരു ബോർഡറൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു റാണയ്ക്ക് ഞെറുക്ക് വീഴാം, അല്ലെങ്കിൽ കൃഷ്ണ. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം വരാനുള്ള ചാൻസ്. ഇനി ഓസ്ട്രേലിയയുടെ പ്ലേയിങ് ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ ട്രാവസ് ഹെഡേക്ക്, മിച്ചിൽ മാഷ് അവരുടെ ക്യാപ്റ്റൻ. നല്ലൊരു ഫോമിൽ തന്നെയാണ് മിച്ചിൽ മാഷ്. ഒറ്റയ്ക്കൊക്കെയാണ് മത്സരം വിജയിപ്പിക്കുന്നത്. ന്യൂസിലാൻഡിനെതിരെ നടന്ന T20 ഒറ്റയ്ക്ക് നിന്ന് മത്സരം വിജയിപ്പിച്ചു. IPL നല്ലൊരു ഫോമിലാണ്. ആ ഒരു ഫോം ക്യാരി ചെയ്യുകയാണ് മിച്ചിൽ മാഷ്. പിന്നെ ഗ്രീൻ ടീമിലേക്ക് തിരിച്ചു വരുന്നു. സ്മിത്തിന് പകരം എനിക്ക് തോന്നുന്നു ഗ്രീനെ ആയിരിക്കാം നമ്പർ 3 ഇടുക. പിന്നെ മാറ്റ് റെൻഷോ ആയിരിക്കാം. അടുത്തത് ജോഷ് ഫിലിപ്പ്, മിച്ചിൽ ഓവൻ, കൂപ്പർ കോൺലി, മിച്ചൽ സ്റ്റാർക്ക്, പിന്നെ ജോഷ് ഹേസിൽവുഡ്, നേതൻ എലൈസ്. ഇതായിരിക്കാം 2 ടീമിൻ്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ഇലവൻ. സോ നമുക്ക് നല്ല ഒരു ODI മത്സരങ്ങൾ കാണാൻ കഴിയട്ടെ ഓസ്ട്രേലിയയിൽ നിന്ന്.